ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ലോർഡ്. നമുക്കൊരു പാട്ട് പഠിക്കാം. യേശുവിൻ കൂടുള്ള വാസം എത്ര മോഹനം, യേശുവിൻ വാക്കു കേൾക്കതെത്ര ആനന്ദം. ന്യായപ്രമാണവും കൃപയിൻ പ്രമാണവും ചേർത്തൊരുമിച്ച് ആചരിക്കുന്നതെത്ര ഫലപ്രദം. യേശുവിൻ കൂടുള്ള വാസം എത്ര മോഹനം, യേശുവിൻ വാക്കു കേൾക്കതെത്ര ആനന്ദം. ജ്ഞാനവാദത്തിൽ ഉറച്ചലഞ്ഞപ്പോൾ, ഭൗതികവാദ പ്രതിവാദങ്ങളിൽ ഉലഞ്ഞപ്പോൾ, ജ്ഞാനവാദത്തിൽ ഉറച്ചലഞ്ഞപ്പോൾ, ഭൗതികവാദ പ്രതിവാദങ്ങളിൽ ഉലഞ്ഞപ്പോൾ, കാത്തോരു നാഥൻ കരങ്ങൾ കണ്ടില്ലെങ്കിലും, കാത്തോരു നാഥൻ കരങ്ങൾ കണ്ടില്ലെങ്കിലും, ഇന്നതിൻ വാത്സല്യം നുകരുന്നു ഞാൻ, ഇന്നതിൻ വാത്സല്യം നുകരുന്നു ഞാൻ. യേശുവിൻ കൂടുള്ള വാസം എത്ര മോഹനം, യേശുവിൻ വാക്കു കേൾക്കതെത്ര ആനന്ദം. 100 രാത്രി 100 മകിലും കൊണ്ട് നിക്കോദമസ് യോസഫ് കല്ലറയിലെത്തി. 100 രാത്രി 100 മകിലും കൊണ്ട് നിക്കോദമസും യോസഫും കല്ലറയിലെത്തി. ഉയർപ്പിൻ പൊൻപുലരിയിൽ യേശുവെ കണ്ടിടുവാൻ, ഉയർപ്പിൻ പൊൻപുലരിയിൽ യേശുവെ കണ്ടിടുവാൻ, ലേപനം ചെയ്തവർ ശരീരമാകെ, ലേപനം ചെയ്തവർ ശരീരമാകെ. യേശുവിൻ കൂടുള്ള വാസം എത്ര മോഹനം, യേശുവിൻ വാക്കു കേൾക്കതെത്ര ആനന്ദം. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ, ബന്ധുമിത്രങ്ങൾ അകന്നകന്നു പോയപ്പോൾ, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ, ബന്ധുമിത്രങ്ങൾ അകന്നകന്നു പോയപ്പോൾ, കർത്താവാം ദൈവം സ്വർഗത്തിൻ മകനാക്കി, കർത്താവാം ദൈവം സ്വർഗത്തിൻ മകനാക്കി തീർത്തതാൽ യേശുവെ ആരാധിക്കുന്നു ഞാൻ, തീർത്തതാൽ യേശുവെ ആരാധിക്കുന്നു ഞാൻ. യേശുവിൻ കൂടുള്ള വാസം എത്ര മോഹനം, യേശുവിൻ വാക്കു കേൾക്കതെത്ര ആനന്ദം. ഇന്നത്തെ വാക്യം യെശയ്യാവ് 43:5 മുതൽ 7 വരെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്തു നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തു നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചു നിർമ്മിച്ച് ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. യെശയ്യാവ് 43:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കൂട്ടുകാരെ, നിക്കോദെമോസിനെ കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ രഹസ്യ ശിഷ്യനായി തീർന്ന, അതായത് കർത്താവിൻ്റെ വചന അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് അദ്ദേഹം കർത്താവിനെ ആഴമായിട്ട് സ്നേഹിച്ചു. ആ രഹസ്യ ശിഷ്യനെ പിന്നെ നാം യോഹന്നാൻ സുവിശേഷം 7:50 വരുമ്പോൾ അവിടെ നാം കാണുന്നത്, അവരിൽ ഒരുത്തനായി മുമ്പേ അവൻ്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദെമോസ് മഹാപുരോഹിതന്മാരോടും പരീശന്മാരോടും പറയുന്നു, ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടല്ലയോ അല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പരസ്യമായിട്ട് അവരുടെ മുമ്പാകെ വാദിക്കുന്ന ഒരു നിക്കോദെമസിനെയാണ് നാം കാണുന്നത്. അതെ, ഈ പിന്നീട് നാം യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ കാണുന്നത്, അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്യയിലെ യോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു കൊണ്ടുപോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കിയാൽ അവൻ വന്ന് അവൻ്റെ ശരീരം എടുത്തു. ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദെമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു.
അവർ യേശുവിന്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞ് കെട്ടി അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിന് മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപമാകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. അതെ, നമ്മൾ വചനത്തിൽ ഇപ്പോൾ വായിച്ച പ്രകാരം നമ്മുടെ നിക്കോദെമോസിലെ 100 മൂറും അകിലും കൊണ്ട് കൂട്ടും കൊണ്ടുവന്നതായിട്ട് നാം കാണുന്നു. അദ്ദേഹത്തിൻ്റെ കൈകൾ നമ്മുടെ കർത്താവിന് വേണ്ടി പുഷ്പാന് വേണ്ടിയായിരുന്നു. ആ തക്ക സമയത്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കർത്താവിനോടുള്ള ആ സ്നേഹനിമിത്തം നാം യോഹന്നാൻ ലേഖനത്തിൽ വായിക്കുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അതെ കൂട്ടുകാരെ, നമ്മുടെ കർത്താവിനോട് നമുക്ക് സ്നേഹമുള്ളവരായിരിക്കാം. കിണറ്റിൻകരയിൽ വെച്ച് കർത്താവ് സംഭാഷിച്ച ആ ശമര്യക്കാരിയെ ഓർക്കുന്നു. ശമര്യക്കാര്യത്തിലുള്ള ആ സംഭാഷണ മധ്യേ നമ്മുടെ കർത്താവ് അനേക കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുന്നു. അതെ, അനേക സത്യങ്ങൾ, അനേക രഹസ്യങ്ങൾ ഒക്കെ ഷെയർ ചെയ്യുകയാണ്. ആ സംഭാഷണം നമ്മളത് ചിന്തിച്ചിട്ടുള്ളതാണ്. അതെ, എന്താ പറയുക, സത്യനമസ്കാരികൾ കർത്താവിനെ ആത്മാവിൻ്റെ സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്നുള്ള മർമ്മങ്ങളൊക്കെയും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു. ആ സമയം അവളിൽ വന്ന രൂപാന്തരം വലിയതാണ്. പിന്നെ അവൾക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ നേരെ പട്ടണവാസികളെ വിവരമൊക്കെ അറിയിച്ച് അവർ ഒന്നടങ്കം കർത്താവ് വിശ്വസിക്കുന്നതായിട്ട് നാം വചനത്തിൽ കാണുന്നു. ഇന്നും കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച അനേക വ്യക്തികളുണ്ട്. അവർ രഹസ്യത്തിൽ കഴിയുകയാണ്. അനേക കുടുംബങ്ങളുണ്ട്, അവരും രഹസ്യമായിട്ട് കർത്താവിനെ ആരാധിച്ചു മഹത്വപ്പെടുത്തിയും കൊണ്ടുവരുന്നു. അനേക കുഞ്ഞുങ്ങളുണ്ട്, അനേക യൂത്തുകളുണ്ട്, ഇങ്ങനെ പ്രായമായവരൊക്കെയുണ്ട്, അനാഥർ, വിധവകൾ, ഇങ്ങനെ വേണ്ട പലരും കർത്താവിനെ അറിഞ്ഞിട്ട് വളരെ പ്രതിസന്ധികളും ഒക്കെയും അവർ രഹസ്യത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി പോരുന്നു. എന്നാൽ ഇനിയുള്ള നാളുകൾ ആ കർത്താവിനെ രഹസ്യത്തിൽ നിന്ന് പരസ്യത്തിലേക്ക് കടന്നുവന്ന് ഘോഷിക്കേണ്ട സമയമായിരിക്കുകയാണ്. ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. മത്തായി സുവിശേഷത്തിൽ നാം അങ്ങനെയാണ് കാണുന്നത്. ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹത്തെയും ദേഹിയും നരകത്തിൽ തള്ളിയിടുവാൻ കഴിയുള്ളവനെ ഭയപ്പെടുവിൻ. അങ്ങനെയെങ്കിൽ ഇന്ന് ഗ്രാമത്തിൽ, പട്ടണങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ, രാജ്യങ്ങളിൽ, അതുപോലെ അയൽ രാജ്യങ്ങളിൽ, ദ്വീപുകളിൽ, ഭൂഖണ്ഡങ്ങളിൽ, മിഡിൽ ഈസ്റ്റ് ദേശങ്ങളിൽ, അങ്ങനെ ലോക രാജ്യങ്ങളിലൊക്കെയും രഹസ്യത്തിലായിരിക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ സർവരും പുറത്തു വരേണ്ടിയിരിക്കുന്നു. കർത്താവിനെ പരസ്യമായി ഘോഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവർ മുഖാന്തരം അനേക കൂട്ടം ആത്മാക്കൾ കർത്താവിനെ അറിയേണ്ടിയിരിക്കുകയാണ്. ആ നിലയിൽ നമുക്കറിയാം, ഇപ്പോൾ ശമര്യ സ്ത്രീയുടെ ആ നല്ല സാക്ഷ്യം, ആ നിക്കോദെമോസിനെ പോലെ കർത്താവിനെ പരസ്യമായിട്ട് അദ്ദേഹം സ്നേഹിക്കുന്നത് വ്യക്തമാക്കി തീർത്ത പോലെ ഇവരും കടന്നു വരേണ്ടിയിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അങ്ങനെ രഹസ്യത്തിലിരിക്കുന്നവർ പരസ്യത്തിൽ വന്ന് കർത്താവിനെ മൗത്തീകരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുവേ പിൻചെൽകയാ പാരിൽ പരദേശിയായി ഞാൻ മോക്ഷ വീട്ടിൽ പോകയാ ജീവനിൻ പേർക്കായി വീടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാ God bless you.